യു ആർ കറക്റ്റ്. മണലിന്റെ വിലയല്ല പ്രശ്നം, മണൽ കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം. ആറ്റിക്കിടക്കുന്ന മണൽ വാരിയാൽ പ്രകൃതി നശിക്കും എന്ന് പറയുന്ന കുറെ മണ്ടന്മാരും അവരുടെ പാഴ്വാക്ക് കേട്ട് തോക്കും ചൂണ്ടി മണൽ ലോറിയുടെ പുറകെ നടക്കുന്ന കുറെ പോലീസുകാരും പിന്നെ കുറെ പഞ്ചായത്തുകാരും. എന്തിന് പറയുന്നു, ഇതിലും ഭേദം സ്വർണം കൊണ്ട് കെട്ടുന്നതാണ്. ഹലോ ഹലോ, എടാ സൂക്ഷിച്ചു വെക്കടാ, 10,000 വിലയുള്ള സാധനമാണ്. നിനക്കൊക്കെ പിള്ളേർ കളിയാണ്. എന്താടാ നോക്കിക്കടാ, ഉണ്ട് വെക്കട മേലെ. സൂപ്പർവൈസറെ, എടോ സൂപ്പർവൈസറെ, ഇതാര്? റൊസാരിയോ അങ്കിളാ. ഇതെപ്പ തീരോടൂ? അങ്കിൾ എപ്പോഴാ കാച്ചാൻ പോണത്? വാട്ട്? അങ്കിൾ എപ്പോഴാ പാല് കാച്ചാൻ പോണെന്ന് ചോദിച്ചതാ. ഓ അത് മോർണിംഗ് 9 AM. എന്നാൽ അതിന് 15 മണിക്കൂർ മുമ്പ്, അതായത് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വീട് പൂട്ടി താക്കോല് കയ്യിലോട്ട് തരും. അക്കാര്യം സൂപ്പർവൈസർ വേലപ്പനേറ്റു. അങ്കിൾ ധൈര്യമായിട്ട് കാച്ചിക്കോ. സൂപ്പറെ, കുറച്ച് ആണി വേണ്ടതല്ല. ഇത്രയും വലിയ വീട്ടിൽ ഒരു ആണിയില്ല, ഒരു മുള്ളാണി പോലും. മുള്ളാണി മേടിച്ചിട്ടില്ലല്ലോ. എന്നാ ബിരിയാണി മേടിച്ചാടക്ക്. മട്ടനാ ചിക്കനാ? നിന്റെ അപ്പായ ആണിയില്ലെങ്കിൽ ഒരുത്തന്റെ കാലേ ഊരിയെടുക്ക്. അവൻ ആണി ചോദിക്കാൻ കണ്ട സമയം. വാസുവാശാരി ഇപ്പൊ വരും. അതിന് വാസുവിന്റെ കാലം ആണിയൊന്നുമില്ല. എന്തേ? അല്ല, വാസുവിന്റെ കാലം ആണില്ലല്ലോ എന്ന് പറഞ്ഞതാ. വാസുവാശാന്റെ കാലിന്റെ അടിയിലല്ല, കാലിന്റെ പോടാ, പോയി കിച്ചണിലെ പണി തീർക്കടാ. പണിയാനല്ല ആണി ചോദിച്ചത്. ഒരു ലോഡ് ആണി ഇറക്കിയതാ ഇവിടെ. അപ്പൊ കിച്ചണിലെ പണി തീർന്നില്ലേ? അത് ഇന്നലെ തീർന്നല്ലോ. ഒരു മിനിറ്റ് ഞാൻ സ്റ്റാൻഡില്ല. മിസ്റ്റർ വാസു, സാറോട് ഉണ്ടായിരുന്നോ? ഗുഡ് മോർണിംഗ് സാർ. തന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിവിടെ നടക്കില്ല. എന്താ ഓടി കയറുന്നതോ? മണ്ണാൻ കേട്ട ബാക്കിയുള്ളവരുടെ കൃത്യസമയത്തെത്തും. തനിക്ക് മാത്രം എന്തോ? ഇറാഖിന്റെ പുനരുദ്ധാരണത്തെ കുറിച്ച് അമേരിക്കയുടെ ഒരു നിർദ്ദേശവും എനിക്ക് സ്വീകാര്യമായില്ല. ബ്രാഞ്ച് കമ്മിറ്റികളെ നഖശിക്കാത്ത വിതർത്തു. യോഗം ബഹിഷ്കരിച്ച് ഞാൻ പോകുന്നു സാർ. ഓ പിന്നെ സഖാവിന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ഇറാഖിന്റെ പുനരുദ്ധാരണം. ഒരു ബഹിഷ്കരണം പോയി പണിയെടുക്കണോ, അല്ലെങ്കിൽ തന്നെ ഞാൻ ബഹിഷ്കരിക്കും. സോറി സാർ. ഒരു സഖാവ് എന്നെ വിളിച്ചോ? പോലീസ് കളഞ്ഞു. വീണേ. ഗുഡ് മോർണിംഗ് റോസാറിയോ അങ്കിൾ. മോർണിംഗ്. ബുഷ് മാറണമെന്ന് തന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അയ്യോ, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലെങ്കിലേ. അതിന് ഞാൻ വിചാരിച്ചാ മതിയോ? അമേരിക്കക്കാർ തന്നെ വിചാരിക്കണ്ടേ ബുഷിനെ മാറ്റാൻ? ആ ബുഷ് അല്ലടോ. പിന്നെ ഏത് ബുഷ്? ഡോറിന്റെ പിന്നിലുള്ള ബുഷ്. ആ ബുഷ് ഞാൻ വിചാരിച്ചാ മതി. വാസുട്ടാ, യെസ്. ആണി ക്യാച്ച്. എടാ സുന്ദര, എന്താടാ ഇത്? പെയിന്റ് അല്ല, പെയിന്റ്. അപ്പൊ നീ ഇതുവരെ അടിച്ചു തീർന്നില്ലേ? അടിച്ചു തീർത്ത പെയിന്റ് അല്ല, പൈന്റ്. അപ്പോഴേക്ക് തെറ്റിദ്ധരിച്ചു. ഈ വേല പറ്റി എന്താ ഒരു കാര്യമായി. ഞാനങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ. ഇതിനാണെങ്കിൽ വന്നിട്ട് കാര്യമില്ല, ഒരു തുള്ളിയില്ല. ഇതെന്താ എയർപോർട്ടാ? എന്ത് വൃത്തികേടാ കാണിച്ചു? ചേട്ടൻ ഇന്ന് രാവിലെ വന്നിട്ട് എന്നോട് ഇവിടെ എന്തടിച്ചോക്കാനാ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ഞാൻ ഫുൾ പ്ലെയിൻ അടിച്ചു വെക്കാനല്ലേ പറഞ്ഞത്? അതല്ലേ, ഞാൻ ഫുൾ പ്ലെയിൻ വരച്ചു വെച്ചേക്കണത്. ഇയാൾക്കെന്താ കണ്ണുണ്ടൂടെ? ഇവൻ എന്നെ കൊണ്ടേ പോകും. ആ കിളവൻ വരുന്നതിന് മുമ്പ് മുഴുവൻ മാറ്റുക. ഇത് നല്ല പരിപാടിയാണ്. രാവിലെ വന്നിട്ട് വരച്ചു വെക്കാൻ പറയും, വൈകിട്ട് വന്നിട്ട് മാറ്റി കളയാൻ പറയും. വെറുതെ അല്ല മനുഷ്യൻ മദ്യപനായിട്ട് മാറുന്നത്. മിസ്റ്റർ സൂപ്പർവൈസർ, പ്ലീസ് കം. തൊഴിലാളികൾക്കെല്ലാം കൊടുത്തല്ലോ, അവരാണ് ഇതിന് അർഹതപ്പെട്ടവർ. ഞാൻ സൂപ്പർവൈസർ അല്ലേ? ആ കവറിലൊരു 500 രൂപ കാണും. ചേട്ടന് വേണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചു. ചെല്ലി. ഈ അങ്കിളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ വേണ്ടായിരുന്നു. സൂപ്പർവൈസർ, നമ്മുടെ കോൺട്രാക്ടർ എവിടെ? വേർ ഈസ് മിസ്റ്റർ ഹരിഹരൻ പിള്ളേ? ഇപ്പൊ എത്തും, വിളിച്ചതേ ഉള്ളൂ. ഏതായാലും മിസ്റ്റർ ഹരിയുമായുള്ള എന്റെ അസോസിയേഷൻ സ്റ്റീൽ കോൺട്രാക്ടേഴ്സിനെ പറ്റിയുള്ള എന്റെ ധാരണ പാടെ മാറ്റിക്കളഞ്ഞു. ഹി ഈസ് റിയലി സ്മാർട്ട് ആൻഡ് ഓണസ്റ്റ്. എന്റെ സ്വന്തം ചേട്ടന്റെ മകനാ ഹരി. സത്യം പറയാമല്ലോ, ഹരിസാറിന് ആകെയുള്ള ഒരു കുറവ് അതാണ്. മുഖസ്തുതി പറയല്ല, ഞങ്ങളുടെ ഹരിസാറിന്റെ എല്ലാ ദിവസത്തിന്റെ പിന്നിൽ ഈ വേലപ്പച്ചേന്റെ കറുത്ത കരങ്ങളാണ്. മതിയടാ നിന്റെ ഒരു തൊള്ള തുറക്കല്. ഓക്കെ. ലുക്ക് ജെന്റിൽമെൻ, ഹൗസ് വാമിംഗ് പാർട്ടി 8:30. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. എന്താ നിനക്കൊരെണ്ണം അടിക്കണം? സൂപ്പർ സാറേ, എനിക്കൊരെണ്ണം. ഏതല്ലേ, വേണ്ടാത്തതിനൊന്നും നിൽക്കണ്ട. അന്നത്തെ ബ്രാൻഡി കടക്കാരന്റെ ബ്രാൻഡി കാച്ചലിന് അല്ല പാല് കാച്ചലിന് കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ കണ്ടതാ. ആലമ്പണ്ടക്കല്ലേ, ആർത്തി കാണിക്കല്ലേ, ആർത്തി കാണിക്കല്ലേ. മിസ്റ്റർ റൊസാരിയോ ഗംഭീരമായിട്ടുണ്ട്. താൻ പറഞ്ഞ തുക കൂടി വെച്ച് നോക്കുമ്പോ ഉഗ്രൻ. ഹലോ ആട്ടെ, ആരായി വർക്ക് ചെയ്തത്?
വൺ മിസ്റ്റർ ഹരിഹരൻ പിള്ള. ആളെങ്ങനെ? 100% വിശ്വസിക്കും. നല്ല ഒന്നാന്തരം പെരുമാറ്റം, കൃത്യതയുള്ള ജോലി. എന്താ കാര്യം? അല്ല, എന്റെ വീട് പണിയാൻ പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു. അതിനെന്താ, ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹരിയെ ജോലി ഏൽപ്പിക്കാം. എത്തില്ലോ. സോറി സാർ, ഞാൻ അല്പം താമസിച്ചു പോയി. നോ പ്രോബ്ലം. ഹരി എനിക്ക് കമ്മീഷൻ തരുമെങ്കിൽ ഞാൻ ഒരു വർക്ക് ചെയ്യാൻ അതിനെന്താ? മീറ്റ് മിസ്റ്റർ സത്യപാൽ, നഗരത്തിലെ പ്രമുഖ ബാങ്ക്. അദ്ദേഹത്തിന് ഒരു വീട് പണിയണം. ഞാൻ ഹരിയാണ് സജസ്റ്റ് ചെയ്തത്. താങ്ക് യു സാർ, താങ്ക് യു. ഹരിഹരൻപിള്ള ഹാപ്പി ആയല്ലോ? ഞാൻ ഹാപ്പിയാണ്. സാർ ഹാപ്പി അല്ലേ? ഐ എം വെരി ഹാപ്പി. ഹലോ ഹരി. ഹലോ, വെരി നൈസ് ഓഫ് യു. താങ്ക് യു. ഹലോ, താങ്ക് യു, താങ്ക് യു. ചെല്ലു ചെല്ലു ചെല്ലു. ഹലോ മിസ്റ്റർ തോമസ്, ഹൗ നൈസ് ഓഫ് യു. ഹായ് നാൻസി. ഹലോ. ഇവിടെ ഇതും ആകാമോ? കൊള്ളാമല്ലോ പരിപാടി. വെരി ഗുഡ്, വെരി ഗുഡ്. നമസ്കാരം. ഒരു കോട്ട് ചോദിച്ചോ ബ്രദർ? ബ്രദർ, അതൊക്കെ അവിടെ വെച്ചു. ഇതെന്ത് FTV? മാറിക്കേ മാറിക്കേ. ഓ, മകനുണ്ടല്ലേ? മകനല്ല, പറഞ്ഞുതരാം. പറഞ്ഞു. എന്നെ മേശപ്പുറത്തെടുത്തു പോയി. ഓക്കെ. എന്തൊരു ഭാരം. എനിക്ക് എന്റെ പെണ്ണുമ്പിള്ളനെ കെട്ടിച്ചിട്ട് റാസ്കൽ. ഉള്ളുമുള്ള. ആരോടെ കളിക്കാൻ കളയോ? ഒന്നണേ പുറത്തിറങ്ങിയോ കാണിച്ചുതരാം. എന്താ what happened, Mr. ഈ Fernandez? idiot എന്റെ ഭാര്യ കെട്ടിപ്പിടിച്ചു. അയ്യോ ഇല്ല. You bloody fool. Behave properly. അങ്കിൾ കെട്ടിപ്പിടിക്കുന്ന കണ്ടപ്പോ ഞാൻ കെട്ടിപ്പിടിച്ച കസ്റ്റംസ് ആചാരം. അതിന് I throw you. Behave properly. എന്നെ കൈവെച്ച് scoundrel. Shut up. എന്താ സാർ? ഇങ്ങോട്ടോ, ഇങ്ങോട്ട് പോടോ, ഇങ്ങോട്ട് വരെ. കൊച്ചനവിടെ? കൊച്ചത്തിനോട് ചാരി വെച്ചിട്ടുണ്ട്. ഏതാ? കൊച്ചത്തിനോടുള്ള ഓർഡറൊക്കെ കണ്ടല്ലോ, എന്നോട് ക്ഷമിച്ചൂടെ? ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇത്രയും നിസ്സാര കാര്യത്തിന് ഏട്ടന്റെ മകൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലേ? കേട്ടില്ലേ? എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഏട്ടാ. അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് വല്ലതും പറഞ്ഞു എന്ന് വിചാരിച്ച് നീ എങ്ങടായി പുറപ്പാട്? എനിക്കറിയില്ല. ശരിയാണ്, എനിക്ക് പോകാനൊരിടയില്ല. എന്നാൽ ഈ ഭൂമി പറഞ്ഞല്ലേ ചേച്ചി, നടക്കാലോ. എപ്പോഴത്തെ പോലെ എന്നെ തടയാൻ നേരുതണ്ട. ചേച്ചിയിലെ നീ സാക്ഷാൽ ഹരിവൻ തടഞ്ഞാൽ ഞാൻ നിൽക്കില്ല. കൊച്ചിന്റെ ബാഗ് വേണ്ടേ? അത് നിന്റെ ഏട്ടന്റെ വകയല്ലേ? അപ്പൊ ഇതിനകത്തിരിക്കുന്ന കണ്ണടയോ? അതിങ്ങനെ നേരി കണ്ണാടി ഹരി മേടിച്ചെന്നാണെങ്കിലും അതിനകത്ത് കൂടെ നോക്കുന്ന കണ്ണന്റേതല്ലേ? അത് മറ്റാർക്കും പ്രയോജനപ്പെടില്ല. പെട്ടി അവന്റെ പറയോ? ചേച്ചി ഞാൻ പോകും. പോട്ടെ. പോയില്ലേ? വെളുക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ പോയതാ. ഞാൻ പോകാൻ ഇറങ്ങിയതാ. അപ്പോഴാ നീ പറഞ്ഞത്. എന്താ മോനെ ഇത്? ഞാൻ നിന്നോട് വേണ്ട ചേച്ചി, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. മേലിൽ ഞാൻ ഇവര് ശല്യം നിൽക്കുന്നില്ല. മേലിലല്ല, ഇപ്പോഴുള്ള ശല്യം ഒഴിവാക്കാനാ എന്റെ തീരുമാനം. എടാ, നമ്മൾ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ ഇവന്റെ ഗതി എന്താവും? ആ ചിന്ത വേണ്ടത് ഈ മനുഷ്യനല്ലേ? അമ്മയ്ക്കറിയോ ഇന്നലെ എനിക്കുണ്ടായ നാണക്കേട് എത്രമാത്രം വലുതാണെന്ന്? അവിടെയൊക്കെ ഛർദ്ദിച്ച് വൃത്തിയേടാക്കി. ഒരു തെറ്റ് ഏത് അച്ഛനും പറ്റും, പിന്നെയല്ലേ കൊച്ചച്ഛൻ. ഒരു തെറ്റ് ഇയാൾക്ക് എന്നാ തെറ്റ് പറ്റാത്ത? വെള്ളം അടിക്കാൻ അറിഞ്ഞുടങ്ങി അടിക്കരുത്. അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ജോലിയാ. ഹലോ, ഹലോ, അബുക്ക ഞാനാ. ഞാൻ സൈറ്റ് വരാൻ വൈകും. ക്യാഷൊക്കെ അവര് തന്നോളും. പക്ഷെ ഞാൻ വന്ന് വാങ്ങി തരേണ്ടി വരും. കൊച്ചനാ? ഇല്ലല്ല, മൂപ്പരിപ്പ എന്റെ കൂടെ ഇല്ല. ഞാനിവിടെ ഞാൻ സൈറ്റ് വെച്ചോണ്ടോളാം. ഹരി ഇപ്പൊ ഇഷ്ടികളുടെ കാശ് കൊടുക്കാനല്ലേ? ഞാൻ കൊടുത്തേക്കാം. ചേച്ചി ഇത് പെട്ടിയാ കട്ടിന്റെ അടിയിലേക്ക് വെച്ചേക്ക്. ഞാൻ ഊണ് കഴിക്കാറാകുമ്പോ വന്നേക്കാം. ഹരി ഞാൻ പോട്ടെ.